ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ലഞ്ച് പ്രിപ്പറേഷൻ്റെ വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ക്ലീനിങ് ആണ്. കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ലഞ്ച് പ്രിപ്പറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചീര വറവും ആവോലി മീനോടുള്ള ഫിഷ് നിർവാണയും പിന്നെ ചെമ്മീൻ പൊരിച്ചതുമാണ്. അപ്പോൾ ഇത് നമ്മുടെ മുറ്റത്ത് തന്നെ അപ്പുറത്തെ ഭാഗത്ത് തന്നെ ഇല്ലേ, കണ്ടുമില്ലേ, അവിടെ ഉണ്ടായ ചീരയാണ്. അപ്പോൾ ഇപ്പോൾ നല്ല വെജിറ്റബിൾസിൻ്റെയൊക്കെ സമയമാണ്. അപ്പോൾ നല്ല രാവിലെ തന്നെ ഫ്രഷ് ചീര കൊണ്ട് തന്ന്, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് ചീര വറവാക്കിയാണ് ചെയ്യുന്നത്. സാധാരണ ചെയ്യുന്ന പോലത്തെ വറവാട്ട. നമ്മൾ ഈ ഭാഗത്തൊക്കെ ചെയ്യുന്ന വറവ് ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ വറവാക്കൽ ഇങ്ങനെയാണ്. സാധാരണ ഉള്ളി കട്ട് ചെയ്യും, പിന്നെ അതിലേക്ക് തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ഇടും, പിന്നെ തേങ്ങ ഇടും, പിന്നെ അങ്ങനെയൊക്കെ ഇട്ടിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് ആദ്യം കടുക് പൊട്ടിച്ചിട്ട്, കടുക് പിന്നെ പറയലേ താളിക്കലെന്ന് പറയൂലേ, അത് ആദ്യം ചെയ്യും. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും പിന്നെ അതിലേക്ക് തേങ്ങയും പിന്നെ ഉള്ളി, തക്കാളി ഇതൊക്കെ മിക്സാക്കിയിട്ട് അവിടെ തീമ അങ്ങനെ വെച്ച് കൊടുക്കും. പിന്നെ ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ ഈ ലീഫ് ഐറ്റംസ് എല്ലാം ആകുമ്പോൾ നമുക്ക് പിന്നെ കുറേ വെള്ളമൊന്നും ഒഴിക്കണ്ട, വെള്ളം അതിൽ തന്നെ ഊറിയിട്ട് വരും. വെള്ളം ആവശ്യമുള്ള ഐറ്റംസിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഏകദേശം ഒരു ഹാഫ് ആൻ അവറെല്ലാം കൊണ്ട് നമുക്ക് ഇത് കുക്കായിട്ട് കിട്ടും. നല്ല ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ വറവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് വെജിറ്റബിൾസ് വെച്ചിട്ടും നമുക്കിങ്ങനെ വറവുണ്ടാക്കിയെടുക്കാം. ചില നാട്ടിലൊക്കെ തോരൻ അങ്ങനെയൊക്കെ പറയുന്നില്ലേ, ആ ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ പിന്നെ ചീര വറവിൻ്റെ പണി അവിടെ കഴിഞ്ഞ് അത് ചെറിയ തീയിൽ ഞാൻ അതിനെ വേവാൻ വെച്ച്. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഫിഷ് നിർവാണയാണ്. ആവോലി മീൻ വെച്ചിട്ടാണ് ഫിഷ് നിർവാണ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചോറും ഒന്ന് പിന്നെ തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്ത മീനിലേക്ക് മുളകും മഞ്ഞളും ഉപ്പും പിന്നെ കുറച്ച് സിർക്കയും കൂടി ചേർത്തിട്ട് ഒന്ന് മുളക് തേച്ചിട്ട് വെക്കുന്നുണ്ട്. അതിന് പൊരിച്ചിട്ടാണ് ഫിഷ് നിർമ്മാണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ കുറച്ചധികം തന്നെ മുളക് എടുത്തിട്ട് ആദ്യം ആവോലി മീനിനെ പുരട്ടിയിട്ട് വെച്ചു. അതിന് ശേഷം ബാക്കി വന്ന മുളക് ചെമ്മീനില്ലേ, അത് പൊരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് എടുത്തു. അപ്പോൾ ഇതുപോലത്തെ മൺചട്ടിയിലാണ് ഫിഷ് നിർവാണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് തീമ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ മുളക് തേച്ച മീനില്ലേ, അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പാത്രവും വെച്ച് കൊടുത്ത്. എന്നിട്ട് ഒരു മീനായതുകൊണ്ടാണ് ചെറിയ പാത്രം എടുത്തത്. അതിലേക്ക് എണ്ണ ഒഴിച്ച് എന്നിട്ട് മീനിനെ ഒന്ന് പിന്നെ രണ്ട് സൈഡും നല്ലോണം പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പം ചട്ടിയിലേക്ക് ഒരു വാഴൻ്റെ ഇല വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പൊരിച്ച മീനും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നല്ല കട്ടിയില്ല തേങ്ങാപ്പാലട്ട ഒഴിക്കുന്നത്. അതൊഴിച്ചിട്ട് പിന്നെ ഇവിടെ മാങ്ങ ഉണ്ടായിരുന്നു, പുളിക്ക് വേണ്ടിയിട്ടില്ല, തക്കാളിയോ മാങ്ങയോ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ മാങ്ങയാണ് യൂസ് ചെയ്യുന്നത്. മാങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അതും ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഇത്രയാണ് ഫിഷ് നിർവാണക്ക് വേണ്ടത്.
ഇനിയിപ്പം പിന്നെ മീൻ പൊരിച്ച എണ്ണയില്ല, അതിൽ തന്നെ ഞാൻ ചെമ്മീനും പൊരിക്കാനിട്ടിട്ടുണ്ട്. അപ്പം പിന്നെ ചെമ്മീൻ പൊരിച്ചതും ഇപ്പോൾ ഞങ്ങൾ 2 പേരേ ഇല്ലു കേട്ടോ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ചെറിയ പാത്രത്തിൽ തന്നെ ചെയ്തെടുക്കുന്നത്. പിന്നെ കുറേ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് എല്ലാം കഴുകാൻ പണിയാണ്ടല്ലോ. അപ്പം മീൻ പൊരിച്ചതിൽ തന്നെ ചെമ്മീനും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ നല്ല അടിപൊളി ആവോലി നിർവാണിയും പിന്നെ നമ്മളെ ചീര വറവും പിന്നെ ചെമ്മീൻ പൊരിച്ചതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ പപ്പടവും കൂട്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ലഞ്ചാണ്. പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കുറച്ച് നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് തന്നെ യൂസ് ചെയ്തിട്ട് പിന്നെ അങ്ങനെയൊക്കെ എല്ലാ അടുപ്പത്തും വെച്ചിട്ടൊക്കെ ചെയ്താൽ പണികൾ പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും. ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ എൻ്റെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നല്ല അടിപൊളി ലഞ്ച് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.